എപ്പിസോഡിന്റെ തുടക്കത്തിൽ ഹീറോ അവന്റെ ആർച്ചറി ട്രെയിനിങ് ചെയ്യാണ്. ഇതേ സമയം ഹീറോയിൻ ഒരു ലാബിലാണ്. അവിടെ ഇവർക്ക് ഒരു പുഴുവിനെ കട്ട് ചെയ്യാൻ കൊടുക്കും. എന്നാൽ എല്ലാവരും ആ പുഴുവിനെ കട്ട് ചെയ്യാൻ പേടിച്ച് നിൽക്കും. അപ്പോൾ ഹീറോയിൻ ഒരു പേടിയില്ലാതെ ആ പുഴുവിനെ കട്ട് ചെയ്യാണ്. അതിനുശേഷം ഹീറോയിൻ ഇവളുടെ ഫ്രണ്ട്സിനെയും വിളിച്ച് ക്യാൻറ്റീനിലോട്ട് പോകും. എന്നാൽ ഇവളുടെ കയ്യിൽ പൈസ കാണത്തില്ല ഫുഡിന് പേ ചെയ്യാൻ. ഇത് ഹീറോയും നോട്ട് ചെയ്തിട്ട് ഇവളെ വിളിക്കും. എന്നിട്ട് ഹീറോ പറയും, ഞാൻ നിനക്ക് പൈസ തരാം ഫുഡിന് പേ ചെയ്യാൻ, ബട്ട് ഒരു കണ്ടീഷനുണ്ട്, നീ എന്നെ പറ്റി പുകഴ്ത്തി പറയണം. അപ്പോൾ ഹീറോയിന് ഇവനെ പൊക്കിയൊക്കെ പറയും. ഇവള് ഹീറോയെ പൊക്കി പറയുന്നൊക്കെ ഹീറോയിൻ്റെ ഫ്രണ്ട് വീഡിയോ എടുക്കും. ഇതാണെങ്കിൽ ഹീറോയിൻ കാണത്തില്ല, ഇവൾ അവനെ പൊക്കി പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിനുശേഷം ഹീറോ ഈ വീഡിയോ ഇവൾക്ക് അയച്ചിട്ട് പറയും, നീ ഇനി ഞാൻ പറയുന്നൊക്കെ കേൾക്കണം, കേട്ടില്ലെങ്കിൽ ഞാൻ ഈ വീഡിയോ കോളേജ് ഗ്രൂപ്പിൽ ഇടുമെന്ന്. ഇവൾ ഇത് കണ്ട് പേടിച്ച് ഇവൻ്റെ അടുത്ത് പറയും, ശരി നീ പറയണൊക്കെ ഞാൻ കേൾക്കാമെന്ന്. കുറച്ച് കഴിഞ്ഞ് ഹീറോ ഇവളെ ഫോൺ ചെയ്തിട്ട് പറയും, എന്നെ കാണാൻ വേണ്ടിയിട്ട് ഒരു പെണ്ണ് അവിടെ വന്നിട്ടുണ്ട്, നീ ആണെങ്കിൽ അവിടെ പോയിട്ട് എനിക്ക് വേണ്ടി സംസാരിക്കണമെന്ന്. ഹീറോയിനും ശരിയെന്ന് പറഞ്ഞ് ആ പെണ്ണിനെ കാണാൻ വേണ്ടിയിട്ട് പോകും. അവിടെ ഉള്ള പെണ്ണ് ഹീറോയിൻ്റെ അടുത്ത് പറയും, എനിക്ക് ഹീറോ ഇഷ്ടമാണെന്ന്. ഇതാണെങ്കിൽ ഇവള് ഹീറോയെ വിളിച്ച് പറയും. അപ്പോൾ ഹീറോ ഇവളുടെ അടുത്ത് പറയും, എനിക്ക് ആ പെണ്ണിനെ ഇഷ്ടമല്ല, നീ പോയി ആ പെണ്ണിൻ്റെ അടുത്ത് പറ, നീയാണ് എൻ്റെ ലവറെന്ന്. അപ്പോൾ ഇവളും വേറെ വഴിയില്ലാതെ അവളുടെ അടുത്ത് പോയി പറയും, ഞാനാണ് ഹീറോയിൻ്റെ ലവറെന്ന്. ഇത് കേട്ട് ആ പെണ്ണും വിഷമിച്ച് അവിടെ നിന്ന് പോകും. നെക്സ്റ്റ് സീനിൽ ഹീറോയിൻ ഇവളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഇന്ന് നടന്ന കാര്യമൊക്കെ പറയാണ്. അപ്പോൾ ഇവളുടെ ഫ്രണ്ട്സ് പറയും, നീ ഹീറോ വേണമെങ്കിൽ നോക്ക്, അവൻ നല്ല പയ്യനാണ്. എന്നാൽ ഇവള് പറയില്ല, ഞാൻ നോക്കത്തില്ലെന്ന്. രാത്രി ഹീറോയിൻ റൂമൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം ഒരാളാണെങ്കിൽ മാസ്ക് ഒക്കെ ഇട്ട് കള്ളനെ പോലെ ഇവരുടെ റൂമിലോട്ട് കയറി പോണ ഇവള് കാണുകയാണ്. അപ്പോൾ ഇവൻ കള്ളനെന്നും വിചാരിച്ച് ഓടിപ്പോയി അടിക്കും. എന്നിട്ട് ഹീറോയിൻ ഇവളുടെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് ലൈറ്റ് ഇട്ട് നോക്കും. അപ്പോൾ ആ മാസ്ക് ഇട്ട ആള് വന്നിട്ട് ഇവരുടെ റൂംമേറ്റ് ആണ്. അപ്പോൾ ഈ പെണ്ണും ഇവരെ വഴക്കൊക്കെ പറയും ഇവളെ അടിച്ചോണ്ട്. നെക്സ്റ്റ് സീനിൽ ഹീറോ ആണെങ്കിൽ ഹീറോയിൻ ഒരു ടാസ്ക് കൊടുക്കുകയാണ്. ഹീറോ അഥവാ ക്ലാസ്സിന് വരാൻ ലേറ്റായ ഇവള് വേണം അവൻ്റെ പകരം പ്രസന്റ് പറയാനെന്ന്. എന്നിട്ട് സാർ വന്ന് അറ്റൻഡൻസ് എടുക്കുകയാണ്. ഈ ഒരു സമയം ഹീറോ ആണെങ്കിൽ അവിടെ വന്നിട്ടില്ല. അപ്പോൾ ഹീറോയിൻ ഒരു തൊപ്പിയൊക്കെ വെച്ച് ഇവന് പകരം പ്രസന്റ് പറയാണ്. ഇത് കണ്ട് സാറാണെങ്കിൽ ഇവർക്ക് നല്ല വഴക്കൊക്കെ കൊടുക്കും, നീ എന്തിനാ അവന് പകരം പ്രസന്റ് പറയണേന്നും പറഞ്ഞ്. ഈ ഒരു സമയം ഹീറോയിൻ അവിടെ വരെയാണ്. എന്നിട്ട് ആ സാർ ഇവൻ്റെ അടുത്ത് പറയും, ഇനി ലേറ്റായിട്ടൊന്നും വരരുതെന്ന്. അങ്ങനെ രാത്രി ഹീറോയിൻ ഇവളുടെ ഫ്രണ്ട്സുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവളുടെ ഫ്രണ്ട്സ് പറയും, നീ നിന്റെ ആർച്ചറി ക്ലബിലുള്ള ആ ഫ്രണ്ടിനെ ഇവിടെ വിളിക്കുമോന്ന്. അപ്പോൾ ഇവളും പോയി ഹീറോയെ വിളിക്കും, വാ എൻ്റെ ഫ്രണ്ട്സിന് നിന്നെ പരിചയപ്പെടണമെന്ന്. എന്നാൽ ഹീറോ ആണെങ്കിൽ അവിടോട്ട് പോവില്ല. അപ്പോൾ ഹീറോയിന് ദേഷ്യം വന്ന് ഇവനെ അടിക്കും. അങ്ങനെ ഇവന് രക്തമൊക്കെ വരെയാണ്. ഹീറോയിൻ ഇത് കണ്ട് നല്ല പേടിക്കും. എന്നിട്ട് ഹീറോയെ മെഡിക്കൽ റൂമിൽ കൊണ്ടുപോയിട്ട് അവന് മരുന്ന് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഇവള് റൂമിലോട്ട് വരുമ്പോൾ ഇവളുടെ ഫ്രണ്ട്സ് ആണെങ്കിൽ കോളേജ് ഗ്രൂപ്പിലിട്ട് ഒരു വീഡിയോ കാണുകയാണ്. ആ വീഡിയോ വന്നിട്ട് ഇവള് ഹീറോയെ അടിക്കുന്നതാണ്. ഈ ഒരു വീഡിയോ ഹീറോയിനും കണ്ട് നല്ല പോലെ പേടിച്ച് കരയാണ്. നെക്സ്റ്റ് സീനിൽ ഹീറോയിൻ കോളേജിലോട്ട് പോകുമ്പോൾ എല്ലാ പിള്ളേരും ഇവളെ ഒരുമാതിരി നോക്കും. അതുകൊണ്ട് തന്നെ ഇവള് മുഖവും മറച്ച് ഹീറോയെ കാണാൻ വേണ്ടിയിട്ട് പോകും. എന്നിട്ട് ഹീറോയിൻ ഹീറോയുടെ അടുത്ത് പോയി പറയും, ഞാൻ നിന്നെ അറിയാതെയാണ് അടിച്ചത്, നീ ഈ ഒരു കാര്യമൊക്കെ കോളേജിലുള്ള സ്റ്റുഡൻസിൻ്റെ അടുത്തൊക്കെ പോയി പറയുമെന്ന്. എന്നാൽ ഹീറോ ആണെങ്കിൽ പറ്റത്തില്ലെന്നും പറഞ്ഞ് അവിടെ നിന്ന് പോകും. അപ്പോൾ ഹീറോയിന് നല്ല ദേഷ്യം വരും. ഇവൻ എന്തെങ്കിലും പണി കൊടുക്കണമെന്ന് ഇവള് വിചാരിക്കും. ഇവന് പണി കൊടുക്കാൻ വേണ്ടിയിട്ട് ഹീറോയിൻ ഒരു റെഡ് ടെഡി ബിയർ വാങ്ങി വാഷിംഗ് മെഷീനിൽ ഇട്ടിരിക്കുന്ന ഇവൻ്റെ തുണിയുടെ കൂടെ എടുത്തിടും. ഹീറോയും ആ വാഷിംഗ് മെഷീൻ തുറന്ന് നോക്കുമ്പോൾ ഇവൻ്റെ ഡ്രസ്സിലെല്ലാം ആ ടെഡി ബിയറിൻ്റെ റെഡ് കളർ ആയിരിക്കുകയാണ്. ഇത് കണ്ടിട്ട് ഹീറോയ്ക്ക് ഉറപ്പാവുകയാണ് ഇത് വന്നിട്ട് ഹീറോയിൻ ചെയ്തതാണെന്ന്. അപ്പോൾ ഹീറോ ദേഷ്യം വന്നിട്ട് കോളേജ് ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് ഇടും, ആ പെണ്ണാണെങ്കിൽ എൻ്റെ അടുത്ത് ഇൻസ്റ്റാഗ്രാം ID ചോദിച്ച് ഞാൻ കൊടുക്കൂലെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പെണ്ണ് എന്നെ ഇങ്ങനെ അടിച്ചതെന്ന്. ഈ ഒരു മെസ്സേജ് ഹീറോയിനും കാണുകയാണ്. അതുകൊണ്ട് ഇവള് വിചാരിക്കും ഇനി ഹീറോ ഒന്നും ചെയ്യാൻ പോകണ്ടെന്ന്. നെക്സ്റ്റ് സീനിൽ ഹീറോയിൻ ആണെങ്കിൽ ജിന്നിൻ്റെ അടുത്ത് പറയും, എനിക്ക് കുറച്ച് പൈസ ഉണ്ടാക്കണം, അതിനെന്തെങ്കിലും മാർഗം ഉണ്ടോ എന്ന്. അപ്പോൾ ജിൻ ഇവളുടെ അടുത്ത് പറയും, ആർച്ചറി ക്ലബിൽ ഒരു അസിസ്റ്റൻറ്റിൻ്റെ കുറവുണ്ട്, നീ പോയി അവിടെ ജോയിൻ ചെയ്യും, അപ്പോൾ നിനക്ക് സ്കോളർഷിപ്പും കിട്ടും, പിന്നെ പാർട്ട് ടൈം ജോബിനായിട്ടുള്ള പൈസയും കിട്ടുമെന്ന്. അപ്പോൾ ഇത് കേട്ട് ഹീറോയിൻ ആണെങ്കിൽ ആർച്ചറി ക്ലബിലുള്ള കോച്ചിൻ്റെ അടുത്ത് പോയി പറയും, എന്നെ അസിസ്റ്റൻ്റായി നിർത്തുമെന്ന്. അപ്പോൾ ഈ കോച്ച് ഇവളെ അസിസ്റ്റൻ്റായി നിർത്തും. കാരണം ഇയാൾക്കാണെങ്കിൽ ഇവളുടെ ക്യാരക്ടർ ഇഷ്ടപ്പെട്ടു. അതിനുശേഷം ഇവൾ ഹീറോയുടെ അടുത്ത് ഒരു പ്രശ്നവും ഉണ്ടാക്കാൻ പോവാതെ അവനെ ഹെൽപ്പ് ചെയ്യാണ്. ഒരു ദിവസം കോച്ചാണെങ്കിൽ ആരെയോ ഫോൺ ചെയ്തിട്ട് പറയും, അടുത്തതായി നടക്കുന്ന മെയിൻ മാച്ചിൽ നമ്മുടെ സ്റ്റുഡൻസ് ആണെങ്കിൽ വിൻ ചെയ്തില്ലെങ്കിൽ ഞാൻ ഈ ഒരു ആർച്ചറി ക്ലബ്ബ് ഡിസ്മിസ് ചെയ്യുമെന്ന്. ഈ കോച്ച് ഇങ്ങനെ പറയുന്നതൊക്കെ ഹീറോയിനും കേൾക്കും. അപ്പോൾ ഈ കോച്ച് ഇവളടുത്ത് പറയും, ഈ ഒരു കാര്യം നീ ടീമിലുള്ള ആരുടെ പറയരുത്, കാരണം അവരിത് കേട്ട് അപ്സെറ്റ് ആവുന്നു. അപ്പോൾ ഇവളും ശരിയെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകും. എന്നിട്ട് ഇവളാണെങ്കിൽ ഇവളുടെ ടീമിലുള്ള എല്ലാവരും എൻകറേജ് ചെയ്യാണ്, നെക്സ്റ്റ് മാച്ചിൽ നിങ്ങൾ ജയിക്കുമെന്നും പറഞ്ഞ്. ഈ ഒരു സമയം അവിടെ ബാസ്കറ്റ് ബോൾ ടീമിലുള്ളവർ വരെയാണ്. ഈ ഒരു ടീമിലുള്ളവർ ആർച്ചറി ക്ലബിലുള്ള എല്ലാവരും ഓരോന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ ആർച്ചറി ക്ലബിലുള്ളവരും ഈ
ടീമുമായിട്ട് അടി ഉണ്ടാക്കും. ഇവരുടെ ഈ ഒരു അടി കണ്ടിട്ട് അവിടെ കോച്ച് വരെയാണ്. കോച്ച് ആർച്ചറി ക്ലബിലുള്ള എല്ലാവരെയും വഴക്കൊക്കെ പറയും. എന്നിട്ട് ഹീറോയാണ് പ്രധാന കാരണമെന്നും പറഞ്ഞ് അവന് പണിഷ്മെൻറ്റ് കൊടുക്കുകയാണ്. അത് വന്നിട്ട് രാത്രി മൊത്തം അവൻ പ്രാക്ടീസ് ചെയ്യണമെന്ന്. അങ്ങനെ രാത്രി മൊത്തം ഹീറോ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഹീറോയിനും അവിടെ പോയി ഇവനെ നല്ലപോലെ മോട്ടിവേറ്റ് ഒക്കെ ചെയ്യും. അടുത്ത ദിവസം ഹീറോയിനാണെങ്കിൽ ഇവളുടെ യൂണിവേഴ്സിറ്റിയുടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി ഇവളുടെ അമ്മയെ മീറ്റ് ചെയ്യാണ്. അവിടെയാണ് ഇവളുടെ അമ്മ ജോലി ചെയ്യുന്നത്. ഇവളുടെ അമ്മയാണെങ്കിൽ ഇവൾക്ക് കുറേ സാധനമൊക്കെ വാങ്ങിക്കൊടുക്കും. ഇത് കണ്ടിട്ട് ഇവളും ഒരുപാട് ഹാപ്പി ആവും. ഈ ഒരു സീനും കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് കഴിയാണ്. ഈ ഒരു ഡ്രാമ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്, ലൈക്കും കമൻറ്റും ചെയ്യുക.